അങ്ങനെ ആസ് യൂഷ്വൽ നമ്മൾ ഇന്ന് വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ്. പൊന്നുൻ്റെ ഡ്രസ്സ് കാണിക്കുകയാണ്. ഷാനയുടെ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് മിസ്റ്റർ തൻവീർ. നമ്മളിന്നും ഇങ്ങനെ വെറുതെ നടക്കാണ് ഹോങ്കോങ് സ്ട്രീറ്റുകളിൽ കൂടി. We are going to buy octopus card. If we have octopus card, we can go any public transport in Hong Kong. അപ്പോൾ ഒക്ടോപ്പസ് കാർഡ് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള യാത്രയാണ്. നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാന്ന് വിചാരിച്ചു. നമ്മളെല്ലാ വെജിറ്റബിൾസും ഉണ്ട് ഇവിടെ. എന്തായിരുന്നു കോരാൻ പോയി? എല്ലാം ഉണ്ട് കേട്ടോ. നമ്മളെ സ്പ്രിംഗ് ഓണിയൻ, ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, ഈ പഴം നോക്കിയാ. അങ്ങനെ നമ്മളൊരു പഴം വാങ്ങി. നമുക്ക് ഭക്ഷണം ഉണ്ടാക്കേണ്ട സാധനങ്ങളുണ്ട് കേട്ടാ. പഴം കഴിക്കുന്ന തന്നൊക്ക എവിടെ പഴ? അതോ അത് ഇരട്ടപ്പഴ? ഇത് ഇതെന്താ ഫ്രൈഡ്? ഇതിലെ കടലൊന്നുമല്ല, അത് വേറെന്തോ സാധനം തന്നെ. ഇത് പിള്ളേരിങ്ങനെ ക്രോസ് ചെയ്യാൻ നിൽക്കുക അവിടെ. നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ. നമ്മുടെ ഹോങ്കോങ് വീഡിയോ കണ്ടവർക്കറിയാം, ഈ ഒരു റോഡൊക്കെ ഞാൻ ഓൾറെഡി പരിചയപ്പെടുത്തിന്. ഇപ്പം നമുക്കും ഒരു ഹോങ്കോങ് നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന ഒരു സ്ഥലം പോലെ ഉണ്ട്. കാരണം ചെറിയൊരു കൺട്രിയാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഈസിയാണ്. നമ്മളെപ്പോലെ തന്നെ അവിടെയുള്ള ഹോങ്കോങ്ങിലെ ലോക്കൽസും അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നത് കണ്ടു. എനിവേ നമ്മളും എടുത്തു. അങ്ങനെ ഇപ്പം നമ്മൾ പോകുന്നത് മെട്രോ സ്റ്റേഷനിലേക്കാണ്. നമ്മളൊരു ഒക്ടോപ്പസ് കാർഡ് വാങ്ങാനുള്ള പോക്കാണ്. ഓൺലി ഫോർ മൺഡേ. നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് സിംഗിൾ ജേർണി ടിക്കറ്റാണ്. അതായത് ഒക്ടോപ്പസ് കാർഡ് എടുത്തിട്ടില്ല. കാരണം ഒക്ടോപ്പസ് കാർഡ് എടുക്കുമ്പോൾ $150 ഹോങ്കോങ് ഡോളറാണ് വരുന്നത്. അതായത് 100 അതിൽ ഉണ്ടാവും. എന്താണെന്ന് വെച്ചാൽ ഇതായിട്ട് യൂസബിൾ ബാലൻസ് ആയിട്ട് $50 റീഫണ്ടബിൾ ഡെപ്പോസിറ്റ്. അതായത് നമുക്ക് റിട്ടേൺ കൊടുക്കുക. അതായത് നമ്മളിപ്പോൾ തിരിച്ചു വരുമ്പോൾ നമുക്കിപ്പോൾ എയർപോർട്ട് എക്സ്പ്രസ് കൗണ്ടർ അല്ലെങ്കിൽ MTR സ്റ്റേഷനിലൊക്കെ അത് കൊടുക്കാം. പക്ഷെ നമുക്ക് കുറച്ചും കൂടി, നമ്മൾ ഇന്നും കൂടിയേ ഉള്ളൂ ഹോങ്കോങ്. നാളെ നമ്മൾ റിട്ടേൺ ആണ് ദുബായിലേക്ക്. അപ്പോൾ നമ്മൾ വിചാരിച്ച് എന്തായാലും നമുക്ക് നോക്കുമ്പോൾ കുറച്ചും കൂടിയും അഫോർഡബിളായി തോന്നിയത് സിംഗിൾ ജേർണി ടിക്കറ്റാണ്. നമ്മൾ പോയ അന്ന് തന്നെ എടുത്തിരുന്നെങ്കിൽ ഇതായിരുന്നു കുറച്ചും കൂടി നല്ലത്. കാരണം നമ്മളിപ്പോൾ ഒരു ഒക്ടോപ്പസ് കാർഡ് എടുത്താൽ നമുക്ക് സൂപ്പർ മാർക്കറ്റ്, കഫേസ്, തീം പാർക്സ്, പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട് എല്ലാത്തിനും വേണ്ടി നമുക്ക് ആ ഒരു കാർഡ് യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് സ്റ്റേഷൻ, മെട്രോ സ്റ്റേഷൻ. So we are waiting for our metro. അങ്ങനെ നമ്മൾ നമ്മുടെ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഷിൻഷാഷു കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ആണെന്ന് വിചാരിക്കണം. നമുക്ക് ഒരുപാട് നാട്ടില് ബേക്കറി പോയ ഇതിൻ്റെ ഉള്ളിൽ മുട്ട.
Crab. അങ്ങനെ നമ്മൾ എക്സിറ്റ് ആവാണ് അവിടെ നിന്ന്. കൗലൂൺ പാർക്കിലേക്ക് ഞങ്ങൾ നടക്കുകയാണ്. ഇപ്പോൾ ഡ്രിസ്ലിംഗ് ഉണ്ട്. നല്ല ഇത് താമരയാണോ ആമ്പലാണോ? നല്ല രസമില്ലേ? ഇതാണ് ചീസ് കേക്ക്. ഷാനു ഓർഡർ ചെയ്ത്. എന്താ പൊന്നു കഴിക്കുന്നത്? നമ്മളിപ്പോൾ കൗലൂൺ പാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ മെട്രോ ഇറങ്ങിയ ഉടനെ തന്നെയുള്ളൊരു പാർക്കാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് തന്നെ ഒരു മസ്ജിദും ഉണ്ട് തൊട്ടടുത്ത് തന്നെ. അപ്പോൾ തന്നൂക്ക് ഷാനും കൂടി ജുമാ നിസ്കരിക്കാൻ പോയി. അപ്പോൾ ആ ഒരു ടൈം ഞാനും പൊന്നും ഇങ്ങനെ ഇവിടെ നല്ല മഴ ഇങ്ങനെ വീണ്ടും പെയ്തുകൊണ്ടിരിക്കുക. വീഡിയോയിൽ പക്ഷെ അത്ര കാണുന്നില്ല, പക്ഷെ അത്യാവശ്യം നല്ല മഴയുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. അവിടെ ഒരു ക്ലീനിങ് ലേഡി ഉണ്ടായിരുന്നു. നമ്മൾ അവരോട് ഒരു ഗാർബേജ് ബാഗ് വാങ്ങി. ജുമാ കഴിഞ്ഞ ഉടനെ തന്നെ കണ്ട കാഴ്ചയാണിത്. അവിടെ ഒരു പാകിസ്ഥാനി ബിരിയാണി സെയിൽ ചെയ്യുന്നുണ്ട്. അതായത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ ബിരിയാണി ഉണ്ട്. അങ്ങനെ ബിരിയാണി കഴിക്കുന്ന ഷിഫാന് സ്പൂണുണ്ട്. അതും ബീഫാ. ഓളെ ചിക്കൻ അല്ല, അത് ബീഫാ. ഓക്കെ ബീഫാ. രണ്ട് ചിക്കനും അൽഹംദുലില്ലാ. ഇവിടെ ഇരുന്ന് തന്നോക്കാ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ബിരിയാണിക്ക് കഴിച്ച് ഒരു ഉഷാറായി. പിന്നെ നമ്മൾ വീണ്ടും ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയിരിക്കുക. അങ്ങനെ അവളിങ്ങനെ നടക്കാം. പൊന്നിന് പോവേണ്ട സ്ഥലങ്ങൾ ഇതൊക്കെ പോകണം. ചെറിയ ചെറിയ അതൊക്കെ ഷോപ്പ് ചെയ്യണം. പക്ഷേ നല്ല എക്സ്പെൻസീവ് ആയിരുന്നു. അങ്ങനെ കുറച്ച് സമയം പൊന്നൂൻ്റെ ലോകത്തേക്ക് വിട്ടുകൊടുത്തു. ഇങ്ങനെ നോക്കി നടക്കുമ്പം തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ഭയങ്കര എക്സൈറ്റഡ് ആവുന്നുണ്ട് പൊന്നു. അതുകൊണ്ട് പൊന്നൂന് കുറച്ച് സമയം അതൊക്കെ നോക്കി എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. പൈസ ഇട്ട് കൊടുക്കാൻ. ഇൻസേർട്ട് എനി കോയിൻസ് ഓർ നോട്ട്സ്. 1850 20 നമ്മളിങ്ങനെ ഓരോ മെട്രോയിലെല്ലാം കയറി നല്ല രസമുണ്ട്. ഇപ്പം ഇന്നധികം ചൂട് കുറഞ്ഞല്ലേ? നമ്മളോട് അറിയുന്ന കുറച്ച് പേർ ചോദിക്കാറുണ്ട്, നിങ്ങളിങ്ങനെ ടൂർ പാക്കേജ് എടുത്തിട്ടാണോ പോകാറെന്നൊക്കെ. സത്യം പറഞ്ഞാൽ ഞങ്ങളങ്ങനെ ചെയ്യാറില്ല. കാരണം വെറുതെ ഒരു രസമല്ലേ, നമുക്കിങ്ങനെ അറിയാത്ത ഓരോ കാര്യങ്ങൾ പഠിക്കുക. കുറച്ച് പൊട്ടത്തരൊക്കെ ഉണ്ടാവും, പക്ഷേ നമ്മളെ കൂടെ തന്നെ നമ്മളെ കുട്ടികളും അതിൽ ഇൻവോൾവ് ആവും. അപ്പോൾ ഒരു രസം, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പഠിക്കുക. പിന്നെ പിന്നീട് ആലോചിക്കുമ്പോൾ അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇത് നമ്മൾ ക്രോസ് ചെയ്താൽ അപ്പുറത്ത് ഞാൻ പറഞ്ഞിട്ട് ഞാനോക ഇത് ക്രോസ് ചെയ്താൽ അപ്പുറത്തും. സത്യം പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് നമ്മളിപ്പോൾ ഹോങ്കോങ് സിറ്റിയിലാണുള്ളത്. അതായത് നമുക്കിപ്പോൾ കാണുന്ന അക്കര ഇക്കര എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അപ്പുറത്തെ സൈഡാണ് കൗലൂൺ സിറ്റി. അപ്പോൾ അവിടെയാണ് നമ്മൾ ഹോട്ടൽ എടുത്തിട്ടുള്ളത്. നമ്മുടെ ആദ്യത്തെ വീഡിയോ കണ്ടവർക്ക് അത് മനസ്സിലാവും. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഫെറി യൂസ് ചെയ്തിട്ടും വരാം, ഇവൻ മെട്രോ യൂസ് ചെയ്തിട്ടും. നമ്മളിപ്പോൾ മെട്രോയിലാണ് ഇന്ന് മൊത്തം എന്താ പറയുന്നത് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം ഫെറി നമ്മൾ 2 days ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ദുബായ് ബസ് അല്ലേ, ബിഗ് ബസ്.
ഈ കാണുന്നതാണ് ഹോങ്കോങ് ഒബ്സർവേഷൻ വീൽ. ഇവിടെ ദുബായിലുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും. നമുക്ക് ഐൻ ദുബായ് എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് ഈ ഒരു ഹോങ്കോങ് ഒബ്സർവേഷൻ വീലിൽ കയറിയാൽ നമുക്ക് മൊത്തം ഹോങ്കോങ് സിറ്റി കാണാൻ പറ്റും. അങ്ങനെ നമ്മളിവിടെ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. തന്നൂക്ക് അവിടെ ടിക്കറ്റ് എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ജയന്റ് വീൽ കയറാൻ പോവാണ്. അപ്പോൾ ഈ ഒരു ഒബ്സർവേഷൻ വീലിൽ 42 എയർ കണ്ടീഷൻ ക്യാബിൻസാണ് വരുന്നത്. അതായത് അവർ ഗൊണ്ടോലാസ് എന്നും പറയും. അപ്പോൾ ഒരു ഗൊണ്ടോല ഒരു ക്യാബിനിൽ മാക്സിമം 8 പേർക്കാണ് ഇരിക്കാൻ പറ്റുന്നത്. പിന്നെ ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 15 to 20 മിനിറ്റ്സ് ഉണ്ടായിരുന്നു. അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. സാധാരണ ഇങ്ങനത്തെ വീൽസിലൊക്കെ ജയന്റ് വീൽസ് പോലത്തെ ഒക്കെ കയറിയാൽ ഒരു റൊട്ടേഷൻ കഴിയുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ ഇറങ്ങേണ്ടി വരുമല്ലോ. ഇത് മോസ്റ്റ്ലി 3 to 4 ഒരു റൊട്ടേഷൻ വരുന്നുണ്ടായിരുന്നു. പിന്നെ ഇതൊരു മെയിൻ അട്രാക്ഷൻ തന്നെയാണ്. കാരണം നന്നായിട്ട് നമുക്ക് മൊത്തം കാണാൻ പറ്റും. എനിക്കങ്ങനെ മൊത്തത്തിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടൊന്നുമില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറച്ച് വീഡിയോസ് നമുക്ക് ഒരു നല്ലൊരു മെമ്മറിക്ക് വേണ്ടിയിട്ട് എടുക്കുകയാണ്. ബാക്കിയൊക്കെ നമ്മൾ കണ്ണിൽ കാണുന്നതിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു രസം നമ്മൾ എത്ര വീഡിയോയിൽ എടുത്താലും കാണില്ലല്ലോ. അങ്ങനെ നമ്മൾ ഇറങ്ങി. ഇതെന്താ വെച്ചാൽ നമ്മൾ ആ വീട്ടിൽ കയറുന്നതിൻ്റെ മുമ്പ് അവർ നമ്മളൊരു ഫോട്ടോ എടുത്തിരുന്നു. അപ്പോൾ അവർ നല്ല രസത്തിലാക്കി തന്നതാണ്. രസമുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് വാങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ക്ലിപ്സൊക്കെ കൂട്ടിച്ചേർത്തിട്ടൊരു വീഡിയോ ഒക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. കുറച്ച് റിലാക്സിങ് ആയിരുന്നു ഈ ഒരു ഈ ഒരു ഡേ. അങ്ങനെ ഇനി നാളെയും കൂടിയുണ്ട്. നാളെ ഈവനിങ് ആണ് ഫ്ലൈറ്റ് വരുന്നത്. അപ്പോൾ ബാക്കി ഒരുപാട് വിശേഷങ്ങളുണ്ടോയെന്ന് വെച്ചാൽ നാളത്തെ കുഞ്ഞ് വിശേഷം കൂടിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ please do subscribe, like, share, comment and don't forget to ring the bell button. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ മാസലാമ.